ലോകമെമ്പാടുമുള്ള എല്ലാ യൂട്യൂബ് നിവാസികൾക്കും എന്തായിരുന്നു എന്റെ പേര് ഡി2 പുതിയ വീട്ടിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഹോസ്റ്റലില് 4 വർഷത്തെ ഹോസ്റ്റൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിന്ന് ഒരു മുടക്ക് കിട്ടിയപ്പോൾ അത് മഴ കാരണം, എന്നിട്ടൊരു തുള്ളി മഴ പെയ്യുന്നില്ല, മഴ കാരണം നമ്മള് പുറത്തോട്ട് ഇറങ്ങുന്നത് വേറെ അടിക്കാനല്ല സുഹൃത്തുക്കളെ. തൃശ്ശൂരിൽ നിന്ന് 60 കിലോമീറ്റർ മാറിയുള്ള നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് റൈഡിംഗ് ഒക്കെ ആയിരുന്നു, 4 ബൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളിപ്പോ അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പൊ നമ്മളിത് അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ ബൈക്കിനും വന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിപ്പോ കൗണ്ടർ കൊടുത്ത് കയറി ഇറക്കാണ്. ലോങ് റൈഡ് ആയിരുന്നു, ബൈക്കും റൈഡ് അടിച്ചു വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ഇറങ്ങുന്നത് ഹോസ്റ്റലിൽ. ഇപ്പൊ കളക്ടർ മഴ മൂലം അവധി തന്നുകൊണ്ട് ഇരുന്ന് ബോറടിച്ചുകൊണ്ട് നമ്മള് ഒറ്റ മൈൻഡ് അങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ചു. ഒറ്റ മൈൻഡ് നമ്മൾ ഇറങ്ങി അത് അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മള് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണ എന്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. എന്തായാലും വീഡിയോ കാണുന്നവരെന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ കുറെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വ്ളോഗായിട്ട് വരണം, എന്നിട്ട് ഇന്ന് പച്ചപ്പിടിച്ച് കയറണം. കുറേ ആയി. സോ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ വ്ളോഗിലേക്ക് പോകണം സുഹൃത്തുക്കളെ. നമ്മളിതാ അതിരപ്പള്ളിയുടെ എൻട്രൻസും കഴിഞ്ഞ് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴോട്ട് കുറേ നടക്കാണ്ട്, താഴോട്ട് ഇറങ്ങി നടക്കാണ്ട്. നമ്മുടെ പിള്ളേരാണ് പോണത്, റെയിൻകോട്ടിട്ട് ഹെൽമെറ്റ് പിടിച്ച് പോണത്. 2 പേരും ഇല്ല, ഇപ്പുറത്ത് 2 പേര് റെയിൻകോട്ടിട്ട് പോകുന്ന ടീംസ് നമ്മുടെ ആൾക്കാരാണ്. ഓക്കെ, നമ്മളൊരു 7 അംഗ സംഘമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ വന്ന വഴി ഓഫ് റോഡിന് പറ്റിയ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ എന്തായാലും അതിരപ്പള്ളി ബൈക്കിലൊക്കെ വരുമ്പോൾ ആ വഴി എന്തായാലും എടുക്കുക. നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നടന്ന് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഒരു പച്ച ഷെയ്ഡ് നോക്കണ്ട, അത് ഞാൻ ഫോണിൽ കവറിലിട്ടേക്കണം, അതുകൊണ്ടാണ് ഈ സൈഡിൽ പച്ച ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചില്ല. ഓക്കെ, നമ്മൾ പടയാണ് പോകുന്നത്. ഞാനാണ് ശരിക്കും ഹാൻഡിൽ വിത്ത് കെയർ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ ചെരുപ്പിൻ്റെ ഗ്രിപ്പൊക്കെ തേഞ്ഞിട്ട് കാലങ്ങളായി. സോ മിക്കവാറും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നേരെ ഞാൻ അവിടെ ചെന്നെത്തും. ചിലപ്പോൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. കയറി കെട്ടിയിട്ടുണ്ട്, ഇനി അത് കിട്ടിയില്ലെങ്കിൽ നേരെ വെള്ളത്തിൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയ ഏതാണ്ട് ഇത് ഇവിടെയൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കട്ടെ കാണാൻ പറ്റുമോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലും പിന്നെ ഒരു 8ലൊക്കെ പഠിക്കുമ്പോഴാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ളത്. സോ പിന്നെ ഇതാദ്യമായിട്ടാണ് കൂട്ടുകാരുടെ കൂടെ, അതും ബൈക്കുമ്മേ ഇങ്ങനെ ട്രിപ്പായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ താഴത്തോട്ടെത്തിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സ്പോട്ട് കാണിച്ചത് 1 മിനിറ്റ്. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കൾ. ആ വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നത് അവിടെയാണ്, ആ കാണുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയാണ് ബാഹുബലി ഷൂട്ട് ചെയ്തേക്കണേന്ന് തോന്നുന്നു. ആ പാറ കണ്ടിട്ട് കണ്ടോ, എന്തുട്ടാ പവർ. ഈ സീസണിൽ വേണം ഇവിടെയൊക്കെ വരാൻ. പറഞ്ഞ ബാഹുബലി അവിടെ തന്നെയാണ് തോന്നുന്നു ഷൂട്ട് ചെയ്തേക്കണത്. സോ നമ്മളിപ്പോൾ ആ ഒരു ഏരിയ കണ്ടു. അവിടെ നല്ല വെള്ളച്ചാട്ടം, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. നല്ല ആ ഭാഗത്ത് നിന്ന് നല്ല ഒഴുക്കുണ്ട്, കാണിച്ചു തരാം. കാണുന്ന ഭാഗത്തു നിന്ന് നല്ല ഒഴുക്കിലാണ് വെള്ളം വരുന്നത്. സോ നമ്മുടെ എന്തായാലും കാല് നനയ്ക്കാൻ പോലും ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ലിറ്ററലി എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ക്ലിപ്പൊന്നും പ്ലേ ബാക്ക് ചെയ്ത് നോക്കണില്ല. ഞാൻ വളരെ സാഹസികമായി പാറമ ചവിട്ടി തെന്നി വീഴാണ്ട് താഴോട്ട് ഇറങ്ങിക്കാൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഇടവഴിയിലൂടെ നമ്മൾ വീണ്ടും താഴോട്ട് പോകണം. ഇവിടെ സേഫ്റ്റി ഒക്കെ ഉണ്ട്, പേടിക്കണ്ട. പക്ഷേ അത്രയ്ക്കും സേഫ്റ്റി എനിക്ക് തോന്നുന്നില്ല, കണ്ടിട്ട് അത്യാവശ്യം പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോവാണ്. ഓക്കെ, അയ്യോ വഴിക്കണം വല്ലാണ്ട് ചാടേണ്ട, ആവേശം വേണ്ട കേട്ടോ, വ്ളോഗിൽ കിട്ടും. ഇപ്പോൾ ഈ വഴി നമ്മൾ ആ കാണുന്ന ഭാഗത്തേക്ക് താഴത്തേക്ക് നന്നായിട്ട് ഇറങ്ങാൻ പോവാണ്. അയ്യോ കുഴി വേണ്ട, ഇനിയും കുറേ പോകാനുണ്ട്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് തൃശ്ശൂരിലെ ഹെവൻ. ഓക്കെ, 1 മിനിറ്റ് ഞാനിതൊന്ന് എത്തിയിട്ട് കാണിച്ചത്. ഈ നേരത്തെ ക്ലൈമറ്റിൽ ഈ സീസണിൽ വന്ന എക്സ്പീരിയൻസിൻ്റെ സ്ഥലമാണിത് സുഹൃത്തുക്കളെ. ഇതാണ് സ്ഥലം. ഞാൻ ഇതിൻ്റെ സിനിമാറ്റിക് ഷോട്ട് കാണിച്ചത്. 1 മിനിറ്റ്.
എന്ത് രസം നോക്കും. എന്താ അളിയ, ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇവിടെ തന്നെ വരണം സുഹൃത്തുക്കളെ. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉയരമുള്ള ഒരു പാറപ്പുറത്ത് കയറിയിട്ടാണ് ഷോട്ട് എടുക്കുന്നത്. നോക്കിക്കോ, ഞാനൊരു പാൻ എടുക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തെങ്കിലും കാണാണ്ടോ നിങ്ങൾക്ക്? ആൾക്കാർ തിരക്ക് കുറവാട്ടോ. ഇവിടെ വന്ന് എല്ലാവരും അവരവരുടെ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് അടിവാരത്തിൽ വീണ്ടും മുകൾ വാരത്തിലോട്ട് പോവാണ്. സോ വീണ്ടും ഈ മല നടന്ന് കയറട്ടെ. ഓക്കെ ഓക്കെ, നമ്മൾ ഈ വന്ന വഴിക്കാണ് പോണത്. സോ ഈ വഴി അവിടെ വെള്ളം വരുന്നതുകൊണ്ട് തിന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഞാൻ മുകളിലെത്തിയിട്ട് വീണ്ടും വരുന്നത്. ഓക്കെ, അത് ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ വേണം അതിരപ്പള്ളി പോലത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ. ആ ആംബിയൻസ് ഉണ്ട്. ഞാൻ റീലിൽ മാത്രമേ കണ്ടത്. പിന്നെ അന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷേ അതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒറ്റ മൈൻഡിൽ അതിരപ്പള്ളി പോകാമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഒന്നുമില്ല, ഇറങ്ങി തിരിച്ചു. ഇനി മുകളിൽ കയറിയിട്ട് വണ്ടി എടുത്ത് പോണ വഴിയിൽ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ വ്ളോഗ് കൂടെ അവസാനിക്കും. ഞാൻ സേഫ്റ്റിയുടെ കേസ് പറഞ്ഞോളൂ പോവാണ്. ഇവിടെ സേഫ്റ്റി ഒക്കെ ഉണ്ട്, പേടിക്കണ്ട. പക്ഷേ കുറച്ച് സേഫ്റ്റി കുറവുണ്ട് കേട്ടോ. നോക്കി വന്നോളൂ വരുമ്പോൾ അതിരപ്പള്ളി വരുമ്പോൾ. നിങ്ങളൊക്കെ അതിരപ്പള്ളി കാണാൻ വന്നാണല്ലേ, എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? പറ എൻജോയ് ചെയ്തില്ലേ? ഹാപ്പി അല്ലേ ബിബിമോൻ? ഹാപ്പി അല്ലേ? നീ ഏതാടാ നായേ? സീസണാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ സ്റ്റിൽ തിരക്കിലേക്ക് തോന്നുന്നു. തുടങ്ങിയ ടൈമിലെല്ലാം കുറേ പേര് വന്നു പോയി. ആവറേജ് തിരക്കുള്ളൂ, ബട്ട് സ്റ്റിൽ തിരക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇതേപോലെ സീസണിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ബട്ട് സേഫ്റ്റി നോക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇതുമാണ് ഇവിടെ സേഫ്റ്റി ഒക്കെ ഉണ്ട്, പേടിക്കണ്ട. നമ്മളിപ്പോൾ നേരത്തെ ഒന്നോടത്തെത്തി. ഇനിയിപ്പോൾ നമ്മൾ എക്സിറ്റിലേക്ക് പോവാണ്. കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാനായിട്ട് വീണ്ടും പോവും. ചിലപ്പോൾ എനിക്ക് ഇനി വ്ളോഗർക്കുള്ള ശക്തി ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, കാരണം കിതച്ചൊരു വഴിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് സൂര്യ, എൻ്റെ ജൂനിയറാണ്. ഓക്കെ, അപ്പോൾ സൂര്യ എന്താണ് അഭിപ്രായം വന്നതിൻ്റെ? നമ്മളെ റൈഡ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയൊക്കെ വന്നതെന്ന് പറയാനില്ല. അതെ, പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? വേറെ ആകെ അക്ഷയകുമാർ ലാഗ് അടിച്ചു. അക്ഷയകുമാർ ബാക്കിലാണ് ഇപ്പോഴും ലാഗാണ്. അതെ, ഇപ്പോഴും ലാഗാ. അപ്പോൾ ഇനി നമ്മളിനി എന്താണ് നെക്സ്റ്റ് പരിപാടി? നമ്മൾ ചാപ്പാട് കഴിക്കാൻ. ഓക്കെ, എവിടെയാണ് പോണേ? വല്ല പ്ലാൻ ഉണ്ടോ? എവിടെ പോണേ? എന്തായാലും അടുത്ത വണ്ടി എവിടെയാണ് നിർത്തുന്നത് അവിടെ ഫുഡ് അടിക്കും. It was at this moment that he knew he fucked up. ഓക്കെ, ഓക്കെ, ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നു. അയ്യോ, നല്ല മഴക്കോളുണ്ട്, മഴ പെയ്യുന്നുണ്ട്. സോ എനിക്ക് ഇനി അധികം ബ്ലോഗർക്കുള്ള കേപ്പബിലിറ്റി ഇല്ല. ചുമ്മാ മടിയായിട്ട്. നോ സ്റ്റാമിന. പോടാ, ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് ഫുഡ് അടിക്കലാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് അടിക്കാനുള്ള സ്പോട്ടിലേക്ക് പോകുന്ന സുഹൃത്തുക്കളെ. ഓക്കെ, ഇതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. പല നാളെ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ അവസാനം സാധിച്ചു. ഇനി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫുഡ് സ്പോട്ടിൽ പോവാണ്. ഈ അകം ഫുഡ് അടിച്ചിട്ട് നേരെ തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലേക്ക്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എന്താ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് നേരെ മന്തി മനസ്സിൽ പേരാമ്പ്രയിലുള്ള മന്തി മനസ്സിൽ പോയൊരു എന്താ പറയുക, ഒരു പെരി മന്തി അടിച്ച് വയറ് നിറച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ കൊടകര കൂടിയിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. സോ ഇറ്റ്സ് ടൈം ടു എൻഡ് ദ വ്ളോഗ്. സോ പറയാളൊക്കെ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന സുഹൃത്തുക്കളെ. സോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് വളരെ ബാക്കിലാണ്, ബാക്കി മീൻസ് ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം വേണം. ഓക്കെ, അപ്പോൾ ഡു ലൈക്ക് ആൻഡ് സപ്പോർട്ട്. പിന്നെ സബ്സ്ക്രൈബും കൂടെ അടിച്ചോളൂ. ഇപ്പോൾ 800 ആവാൻ അധികം ഇല്ല, 728 അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ. വീണ്ടും ഒരു പുതിയ വ്ളോഗ് വരുന്നവരെ വീണ്ടും ടാറ്റാ.